വിജയോത്സവം 2026 നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി നമ്മുടെ സ്കൂളിന് സ്പോൺസർ ചെയ്തിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ വിദ്യാലയത്തിലെത്തിയിരിക്കുക. ഏറെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അതൊരു പ്രധാന പരിപാടികളിൽ സാന്നിധ്യമായിട്ടുള്ള MLA എന്ന നിലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തത് മുതൽ നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും സാമൂഹികമായ ഒരു സമയം തരാൻ ഇല്ലാത്തൊരു സന്ദർഭത്തിൽ പോലും ഭീമനാട് സ്കൂളിന്റെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഒരു വരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിർഭാഗ്യം ഉണ്ടായി. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ പലപ്പോഴും സംസാരിക്കുകയും അതുപോലെ തന്നെ ഇവിടെ നേരിട്ട് വരികയും ഇതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരികയും ചെയ്ത നമ്മുടെ MLA നിലയ്ക്ക് വന്ന അവര് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വം വഹിക്കുമ്പോൾ അത് ഏറ്റവും അതുപോലെ തന്നെ വേദിയിലുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി നീതു, സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, അധ്യാപികമാരെ, മാധ്യമ സുഹൃത്തുക്കൾ, ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷവും അഭിമാനവും നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയമാണ് ഈ ഭീമനാട് UP സ്കൂൾ. ഞാൻ എൻ്റെ കഴിഞ്ഞ 15 വർഷക്കാലത്തെ ഒരു ജനപ്രതിനിധി എന്ന പ്രവർത്തനത്തിൽ ഒരു വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ ഭീമനാട് സ്കൂളിലാണ്. ഒരു വർഷത്തിൽ 2 or 3 പ്രോഗ്രാമുകൾക്ക് അത് വിജയോത്സവം ഉണ്ടാകും, അതുപോലെ തന്നെ വാർഷികം ഉണ്ടാകും, മറ്റു പല പരിപാടികളുമായി വരാറുണ്ട്. നിരന്തരമായൊരു ബന്ധവും ഈ സ്കൂളുമായി വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇവിടെ MLA ഫണ്ട് ഉപയോഗിച്ച് വിവിധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നടത്താൻ സാധിച്ചു. ഇപ്പൊ ഇതാ മനോഹരമായ ഒരു കെട്ടിടം, പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി അത് മാത്രം നമുക്ക് നിലനിർത്താം. ഒരു മനോഹരമായ കെട്ടിടം 2 നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ വന്നു. അതിന്റെ തറക്കല്ലിന്റെ തറക്കം നമ്മളെല്ലാവരും ചേർന്ന് നടത്തി. ഇപ്പൊ വന്നപ്പോൾ ഈ സ്കൂളിന്റെ എല്ലാ വളർച്ചയും വളരെ തുടക്കത്തിൽ തന്നെ ഈ സ്കൂളിന് ബസ് കൊടുത്തു, കമ്പ്യൂട്ടറുകൾ കൊടുത്തു, ഒരു ക്ലാസ് റൂം കൊടുത്തു. ഇങ്ങനെ എല്ലാ കാര്യവും എന്നിൽ കൈവന്നപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഘട്ടഘട്ടമായിട്ട് പരിഹരിക്കാം. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. വളരെ വലിയൊരു ക്ലാസുകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അധ്യാപക നിയമനങ്ങൾ, അതങ്ങനെയുള്ള പെറ്റീഷൻ കിട്ടിയിരുന്നു. ഓരോ ദിവസവും ചുരുങ്ങിയൊരു 10-29 പെറ്റീഷൻ കിട്ടും. ഓരോ എവിടെ ചെന്നാലും കൂടി കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 73 പേര് സ്നേഹാദരം ക്ഷണിക്കുന്നു.
ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിയട്ടെ. ജാനകി ആർ കെ, നിയാതിമ നെജ എൻ, കുട്ടികൾ പേര് വിളിക്കുന്ന ക്രമത്തിൽ വരിക. മെഹറിൻ ഹന്ന ഫാത്തിമ, മുഹമ്മദ് റയാൻ എൻ. ഇനി ബ്ലോക്ക് മെമ്പർ രഞ്ജിത്ത് എ, അഷിത എ, അടുത്തതായി ട്രോഫി നൽകുന്നതിന് വേണ്ടി ലിയാന, അടുത്തതായി ക്ഷണിക്കുന്നു. കുട്ടികൾ ഇതിനു വേണ്ടി കോട്ടനാട് ഗ്രാമപഞ്ചായത്ത് അടുത്തതായി പോയിന്റ് കൈമാറുന്നതിന് വേണ്ടി അന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് അടുത്തതായി അബാക്കസ് നാഷണൽ ബ്ലാക്ക് ബെൽറ്റ് വിന്നേഴ്സ് സിദ്ധാർത്ഥ് കെ, ജയ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയയായ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ചന്ദ്രൻ, അതുപോലെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വ്യക്തിത്വങ്ങൾ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, എല്ലാവർക്കും ചാരിയന്മാരോട് ഞാനൊരു വാർഷികം ഈ വിദ്യാലയത്തെ പറ്റി പറഞ്ഞിരുന്നു. എഡ്യൂക്കേഷൻ ഹെറിറ്റേജ് സെന്റർ മണ്ണാർക്കാട് സ്ഥാപിച്ച തീരുമാനം അത് സാർത്ഥകമായ സന്തോഷമാണ്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്ന ഒരുപാട് വിജയിച്ച കുട്ടികളും വിജയിക്കാൻ അവരെ പ്രാപ്തരാക്കിയവരുമുണ്ട്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസമാണ് നമ്മുടെ ലക്ഷ്യം. ഒറ്റ ഉദാഹരണം നമ്മൾ വിട്ടുകൊണ്ട് പറഞ്ഞതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ക്ലാസ്